ഉത്തമ കുടുംബ ബന്ധത്തിന്റെ ഉദാത്ത മാതൃകയാണ് ശിവകുടുംബം. അച്ഛനും അമ്മയും അതിൽ ജനിച്ച മക്കളും പ്രതിഷ്ഠാമൂർത്തികളായിരിക്കുന്നതും ശിവകുടുംബത്തിൽ മാത്രമാകുന്നു. ആദിപരാശക്തി 2 പ്രാവശ്യം ശിവപത്നി പദത്തിനായി ജന്മമെടുത്തു എന്നാണ് ശിവപുരാണത്തിലും ദേവീപുരാണത്തിലും പ്രസ്താവിച്ചിട്ടുള്ളത്. ആദ്യം പരാശക്തി ദക്ഷപുത്രിയായ സതിയായും രണ്ടാമത് പർവ്വതപുത്രിയായ ശ്രീ പാർവതിയായും ജന്മമെടുത്തു. പരാശക്തിയുടെ ഈ 2 ജന്മങ്ങളുടെയും പ്രധാന ഉദ്ദേശം ശത്രുസംഹാരവും ഭക്തപരിപാലനവും മാത്രമല്ല, പ്രപഞ്ച നിലനിൽപ്പിന് വേണ്ടുന്ന പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെയും അച്ഛൻ അമ്മ മക്കൾ എന്നിവർ ഒരുമിച്ച് കൂടുമ്പോഴുള്ള കുടുംബജീവിതത്തിൻ്റെ ബന്ധവും ആഴവും ദൃഢതയും ഭക്തജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും മനസ്സിലാക്കി തരിക എന്നുള്ള സതുദ്ദേശവും കൂടിയാണ്. പരമശിവനെയും പരാശക്തിയെയും ശിവകുടുംബത്തെയും ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ഭക്തനോ ഭക്തയ്ക്കോ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെയോ മക്കളെയോ കുടുംബ ബന്ധങ്ങളെയോ ഉപേക്ഷിക്കുവാനോ മറന്നുകൊണ്ട് ജീവിക്കുവാനോ സാധ്യമല്ല. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ഒരു യഥാർത്ഥ ശിവഭക്തനോ ഭക്തയോ ആയിരിക്കില്ല എന്ന് ശിവപുരാണം പറയുന്നു. സർവം ശിവമയം.